നഴ്സുമാർ എത്ര 10 ലക്ഷം 12 ലക്ഷം ചെലവ് ചെയ്തിട്ടാണ് പാവങ്ങൾ പഠിക്കുന്നത്. ഇതിന് എത്ര സാലറി കിട്ടും? സോഷ്യൽ വർക്ക് ഇത് പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി മരിക്കുന്ന നല്ലൊരു കരിയർ ബിൽഡ് ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഇതിന് കാരണം വേറെ ഒന്നുമില്ല. നമ്മുടെ നാട്ടിലെ ഏറ്റവും പൈസ കൊടുത്ത് കിട്ടുന്ന ഏറ്റവും വരുമാനം കുറഞ്ഞ ജോലി, ഇതിന്റെ പകുതി പൈസക്കോ അതേ പൈസക്കോ വിദേശത്ത് പഠിച്ചാൽ എക്സ്ട്രീംലി ഹൈ ഡിമാൻഡ് ആണ്. നമ്മുടെ കുട്ടികളൊക്കെ പുറം രാജ്യങ്ങളിൽ പോയി നരകിക്കുന്ന വീഡിയോകൾ നമ്മൾ കാണുന്നു, ഒരു അത്രയും ബുദ്ധിമുട്ടുന്നത് നമ്മൾ കാണുന്നു. എന്ത് വിശ്വാസത്തിലാണ് ചേട്ടാ ഇത്തരം ഒരു വാഗ്ദാനം നൽകാൻ സാധിക്കുന്നത്? യൂറോപ്യൻ രാജ്യങ്ങൾ ഏത് കൊണ്ടെടുത്ത് നോക്കി, എഞ്ചിനീയേഴ്സ്, സോഷ്യൽ വർക്ക്, അതുപോലെ തന്നെ നഴ്സുമാർ, ഈ എല്ലാ പ്രൊഫഷനും ഏറ്റവും മുൻനിരയിൽ കാണാം. അതുകൊണ്ടാണ് പറയുന്നത് യൂറോപ്പ് ഈസ് ദ ഹോം. നിങ്ങൾ ആദ്യം പോകുന്ന 2 വർഷങ്ങൾ നല്ല രീതിയിൽ അധ്വാനിക്കാൻ തയ്യാറാവണം. അത്യാവശ്യം മെന്റൽ സ്റ്റാമിന ഉള്ള പിള്ളേർ മാത്രമേ പോയിട്ട് കാര്യമുള്ളൂ. പഠനത്തിനൊപ്പം ജോലി ചെയ്യണം. അപ്പോൾ വളരെ പാമ്പർ ചെയ്ത് വളർത്തിയിട്ടുള്ള കുട്ടികൾക്ക് അധികം മെന്റൽ സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു കുട്ടിക്ക് പറ്റിയ പണിയല്ല ഇത്. ഹൂ ഈസ് എ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റ്? ഇവിടുന്ന് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ആളാണോ, അതോ എയർപോർട്ടിൽ നിന്ന് കുട്ടിയെ പിക്ക് ചെയ്തിട്ട് ഹോസ്റ്റലിൽ ആക്കി കൊടുക്കുന്ന ആളാണോ? അത്രയല്ലേ ഇപ്പോഴത്തെ കൺസൾട്ടൻസികൾ ചെയ്യുന്നുള്ളൂ. ഒരു കൺസൾട്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് രാജ്യത്ത് നിന്നും നിങ്ങളുടെ പ്രൊഫഷൻ തുടങ്ങണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. ഇത് പഠിപ്പ് കഴിയില്ലേ? ഈ കഴിഞ്ഞ ശേഷം ജോലി നിങ്ങൾക്ക് കിട്ടുന്നതിന് എന്തിന്റെ ബേസ്? ഈ അഡ്വൈസിനെ ബേസ് ചെയ്തിട്ട് വാല്യൂ ഇല്ലാത്ത യൂണിവേഴ്സിറ്റിക്കാണ് നിങ്ങളെ തള്ളിവിടണമെങ്കിൽ അയാൾ നിങ്ങൾക്ക് എന്തെല്ലാം സർവീസ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അയാളുടെ പ്രധാനപ്പെട്ട പ്രൊഫഷൻ എന്തിന്റെ മുകളിൽ നിൽക്കണു, എവിടുന്ന് കരിയർ തുടങ്ങണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നമസ്കാരം. വിദേശ പഠനം സ്വപ്നം കാണുന്ന പലർക്കും ഇന്ന് വിദേശ രാജ്യങ്ങൾ ഒരു പേടി സ്വപ്നമാവുകയാണ്. അങ്ങനെ ഒരു പേടിയുടെ ആവശ്യകതയുണ്ടോ? നമ്മുടെ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ സുരക്ഷിതരാണോ? ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഈ സംശയങ്ങൾക്കെല്ലാം ഉത്തരം തരാൻ നമുക്കൊപ്പമുള്ളത് ദിലീപ് സാർക്കേസ് സ്റ്റഡി അബ്രോഡിന്റെ ചെയർമാനായിട്ടുള്ള ദിലീപ് രാധാകൃഷ്ണനാണ്. നമസ്കാരം. യൂറോപ്പ് ഇസ് ദ ഹോപ്പ് ആൻഡ് ദിലീപ് സാർക്കേസ് ഇസ് ദ പാത്ത്. ഇതാണ് ചേട്ടന്റെ കമ്പനിയുടെ ടാഗ്ലൈൻ. എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്? അത് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്രയോ വീഡിയോസ് കാണും. നമ്മുടെ കുട്ടികളൊക്കെ പുറം രാജ്യങ്ങളിൽ പോയി നരകിക്കുന്ന വീഡിയോകൾ നമ്മൾ കാണുന്നു, ഒരു അത്രയും ബുദ്ധിമുട്ടുന്നത് നമ്മൾ കാണുന്നു. ഇവിടെ എന്ത് വിശ്വാസത്തിലാണ് ചേട്ടാ ഇത്തരം ഒരു വാഗ്ദാനം നൽകാൻ സാധിക്കുന്നത്? ഇപ്പൊ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും വലിയ ബേസ് എന്ന് പറയുന്നത്. അതായത് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ആരാണ് നരകിക്കുന്നത്? നമ്മുടെ കുട്ടികൾ. എന്തുകൊണ്ടാണ് അങ്ങനെ നരകിക്കുന്നത്? കാനഡയോ അല്ലെങ്കിൽ UK പോലത്തെ സ്ഥലങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള നല്ലൊരു കാര്യമാണെന്നും, നിങ്ങൾ ഫോറൻസിക് സയൻസോ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സയൻസോ ഏത് കോഴ്സ് എടുത്ത് പഠിച്ചാലും അതിഗംഭീരമായിട്ടുള്ള സാധ്യതയാണെന്നോട് പറഞ്ഞു വരുത്തിയിരുന്നു അല്ലേ? 10,000 പിള്ളേർ ഒരു ഇൻടേക്കിൽ പോയി, 20,000 പിള്ളേർ ഇൻടേക്കിലേക്ക് പോയി, എന്താ നിങ്ങൾ പോകാത്തതെന്നാണ് ചോദിക്കേണ്ടായിരുന്നത്. അങ്ങനെ പോകാനായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ഇപ്പൊ നമുക്കറിയാം, ഇവിടെ വരുന്ന സ്റ്റഡി അബ്രോഡ് കമ്പനികളെല്ലാം പറയുന്നത് പുറത്തു പോയിക്കുന്ന വലിയൊരു എന്താ പറയാ പുതിയ തരത്തിലുള്ള ഒരു ജീവിതം, ഒരു ന്യൂ ലൈഫ് സ്റ്റൈൽ, വലിയൊരു ഫിനാൻഷ്യൽ ഗ്രോത്ത്, ഇതൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ കുട്ടികളെ മൊത്തത്തിൽ ആകർഷിച്ചുകൊണ്ടാണ് ഒരു വലിയൊരു ഫ്ലോ ഉണ്ടായത് കേരളത്തിൽ. അറ്റ്ലീസ്റ്റ് ഞാൻ പറയാറില്ല, ഞാൻ കുട്ടികളത് പറയാറില്ലെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം പോകുന്ന 2 വർഷങ്ങൾ നല്ല രീതിയിൽ അധ്വാനിക്കാൻ തയ്യാറാവണം. അത്യാവശ്യം മെന്റൽ സ്റ്റാമിന ഉള്ള പിള്ളേർ മാത്രമേ പോയിട്ട് കാര്യമുള്ളൂ. കാരണം പഠനത്തിനൊപ്പം ജോലി ചെയ്യണം. നമുക്ക് ആ വളരെ തുച്ഛമായിട്ടുള്ള ഒരു സാലറി ആയിരിക്കും ഇനീഷ്യലി കിട്ടുന്നത്. അത് വെച്ച് നമ്മൾ 2 അറ്റം മുട്ടിക്കണം. ഇതിനൊപ്പം വേണം പഠിപ്പും മറ്റു കാര്യങ്ങൾ നോക്കാൻ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ വളരെ പാമ്പർ ചെയ്ത് വളർത്തിയിട്ടുള്ള കുട്ടികൾക്ക് അധികം മെന്റൽ സ്ട്രെങ്ത് ഇല്ലാത്തൊരു കുട്ടിക്ക് പറ്റിയ പണിയല്ല ഇത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ പറയാറുമില്ല. അവിടേക്ക് പോകണം എന്ന് പറയുന്നത് എന്തിൻ്റെ റീസൺ വെച്ചാൽ, ഞാൻ പേഴ്സണലി സ്പീക്കിംഗ് തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ വ്യക്തിയാണ്. എൻ്റെ മാസ്റ്റേഴ്സ് ഞാൻ കഴിഞ്ഞ ബിച്ച് പിലാനി ക്യാമ്പസ് എന്നാണ്. എനിക്കറിയാം ഇവിടുന്ന് തൃശ്ശൂർ ഗവൺമെന്റ് കോളേജിൽ നിന്ന് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഏകദേശം ഒരു എഞ്ചിനീയർക്ക് എത്രയാണ് സാലറി എന്നുള്ളത്. ഇന്നും 10,000 12,000 രൂപയാണ് സാലറി. അതിന് കൂടുതൽ നിങ്ങൾക്ക് സാലറി കിട്ടുന്ന നിങ്ങൾ TCSോ ഇൻഫോസോ സോഫ്റ്റ്വെയറിലേക്ക് തിരിയണം അല്ലേ? ഈ പറഞ്ഞ പ്രൊഫഷൻ നഴ്സുമാരെടുത്തോളൂ. നഴ്സുമാർ എത്ര 10 ലക്ഷം 12 ലക്ഷം ചെലവ് ചെയ്തിട്ടാണ് പാവങ്ങൾ പഠിക്കുന്നത്. എന്നിട്ട് എത്ര സാലറി കിട്ടുന്നത്? ഇപ്പൊ ഈ സമരം ഉണ്ടായിട്ടുള്ള എങ്ങനെയാണ്? സോഷ്യൽ വർക്ക് ഇത് പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി മരിക്കുന്ന നല്ലൊരു കരിയർ ബിൽഡ് ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഇതിന് കാരണം വേറെ ഒന്നുമില്ല. നമ്മുടെ നാട്ടിലെ ഏറ്റവും പൈസ കൊടുത്ത് കിട്ടുന്ന ഏറ്റവും ഒരു വരുമാനം കുറഞ്ഞ ജോലി, ഇതിന്റെ പകുതി പൈസക്കോ അതേ പൈസക്കോ വിദേശത്ത് പഠിച്ചാൽ എക്സ്ട്രീംലി ഹൈ ഡിമാൻഡാണ്. ആ ഡിമാൻഡ് ഞാൻ പറഞ്ഞുണ്ടാക്കിയതല്ല. അവിടുത്തെ അതാത് രാജ്യങ്ങളുടെ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് ഉണ്ട്. അത് ആ രാജ്യം പബ്ലിഷ് ചെയ്യുന്നതാണ്. അതിൽ നിങ്ങൾ ഏത് രാജ്യം എടുത്തോ, യൂറോപ്യൻ രാജ്യങ്ങൾ ഏത് കൊണ്ടെടുത്ത് നോക്കിക്കോ, എഞ്ചിനീയേഴ്സ്, സോഷ്യൽ വർക്ക്, അതുപോലെ തന്നെ നഴ്സുമാർ, ഈ എല്ലാ പ്രൊഫഷനും ഏറ്റവും മുൻനിരയിൽ കാണാം. അതുകൊണ്ടാണ് പറയുന്നത് യൂറോപ്പ് ഈസ് ദ ഹോം. ഇപ്പൊ നമുക്കറിയാം, വിദേശ പഠനം ഇന്ന് പല കുട്ടികളുടെയും വലിയൊരു സ്വപ്നമാണ്. പക്ഷേ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ഇത്തരം വീഡിയോസ് ആണെങ്കിലും ഇത്തരം വാർത്തകളാണെങ്കിലും അത് കണ്ടിട്ട് പോകാൻ പേടിച്ചിരിക്കുന്ന കുട്ടികളാണ്. ഏത് രാജ്യത്തേക്ക് പോകണം, എവിടെയാണ് തങ്ങൾ സുരക്ഷിതരായിരിക്കുക, ഒപ്പം തന്നെ എവിടെ പോയാലാണ് നല്ല തരത്തിലുള്ള വിദ്യാഭ്യാസം നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കുക, എവിടെ പോയാലാണ് എന്നുള്ള സംശയങ്ങളുണ്ട്. അതിനെന്താണ് ഉത്തരം? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ തൊലി വെളുത്തിരിക്കുന്ന ആൾക്കാരുടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന എല്ലാം നല്ലതാണെന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാം വൃത്തികേടാണെന്നുള്ള ഒരു ചിന്ത ഉണ്ട്. നമ്മുടെ നാട്ടിൽ എന്തെല്ലാം ഫ്രോഡ് പരിപാടികൾ നടക്കുന്നുണ്ടോ ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അവർ മനുഷ്യർ തന്നെയാണ്. ജസ്റ്റ് ബിക്കോസ് അവർ വെളുത്തിരിക്കുന്നു എന്നതുകൊണ്ട് കാര്യങ്ങളെല്ലാം വളരെ സുഗമമാണ് നടത്തില്ല.
നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഫ്രോഡ് ആവണോ, നമ്മുടെ നാട്ടിലൊരു ഗവൺമെന്റ് സ്ഥാപനത്തിന് എങ്ങനെ റാങ്ക് ഇല്ലാതെ ആവണോ, ഇതൊക്കെ അവിടെയുണ്ട്. അപ്പൊ ആ നാട്ടിൽ ജസ്റ്റ് കാല് കുത്തി എന്ന കാരണം കൊണ്ട് നിങ്ങൾക്ക് ഗംഭീരമായിട്ടുള്ള കരിയർ കിട്ടുന്നത് ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കില്ല. നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനും ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനും ഇല്ലേ, ഇത് അവിടെയും ഇല്ലേ. നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനും കയറണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഞാൻ പഠിച്ചിട്ടുള്ളതിന്റെ കേരള സ്റ്റേറ്റ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതി, അതിനുശേഷം അലോട്ട്മെന്റ് ഉണ്ടായിരുന്നു. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അനേക അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയത്. എന്നാൽ ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇങ്ങനെ വല്ലതും ഉണ്ടോ? നിങ്ങളെ പൈസ എടുത്ത് മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടി. ആ പറഞ്ഞ ഡിഫറൻസ് അവിടെയുണ്ട്. പക്ഷെ അവിടെ ഏതാണ് ഇപ്പൊ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതാണ്, അല്ലെങ്കിൽ ഇത്തരം പാരലൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ്, അതിനെക്കുറിച്ചുള്ള അറിവില്ല ഈ കുട്ടികൾക്ക് എന്നതാണ് പലപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ ഒരു പ്രോസസ്സ് ഒരു ഗവൺമെന്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ പഠിക്കുന്നതിനേക്കാൾ പകുതി പൈസയാണ് കുറവ് വരുന്നുള്ളത്. ഇത് എവിടെയാണ്? ഇത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലല്ല. ഞാനിപ്പോൾ ഒരു ഓസ്ട്രിയ എന്നൊരു രാജ്യത്തിലേക്ക് നിങ്ങൾ ഇന്നത് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ പറയും എല്ലാ കോഴ്സ് പഠിക്കുന്ന ആൾക്കാരും അവിടേക്ക് പോകും. ഉടനെ കൺസൾട്ടൻസ് തുടങ്ങുന്നത് അവിടുത്തെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നല്ലതെന്ന് പറഞ്ഞിട്ട് തുടങ്ങും പ്രൊമോഷൻ. അപ്പോൾ പിള്ളേർ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, ഈ പാരൻസ് മിസ്ഗൈഡ് ആവണമെന്ന് വെച്ചാൽ ഇന്ന രാജ്യം എന്നതേ മനസ്സിൽ കയറുന്നുള്ളൂ. ആ രാജ്യത്ത് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസാണ് നല്ലത്, അതിനൊരു ഗ്ലോബൽ റാങ്ക് ഉണ്ട്, QS റാങ്കിങ് അല്ലെങ്കിൽ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ്. ഈ റാങ്കിങ് നോക്കണം, അതിനുശേഷം മാത്രമേ പറയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. ഇതിന് റാങ്ക് ഇല്ലേ എന്ന് പറഞ്ഞ പോലെ അവിടെയുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഇതൊക്കെ നോക്കും, പുറത്ത് പോകുമ്പോൾ ഇതൊന്നും നോക്കില്ല. പുറത്ത് പോയി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചിന്തിക്കുന്നുണ്ട് അവിടെയുള്ള എല്ലാം നല്ലതാ, അവിടെ കൊടുക്കുന്ന എല്ലാ എഡ്യൂക്കേഷൻ നല്ലതാ. ആ ഫിൽറ്ററിങ് നമ്മൾ നടത്താത്തതിന്റെ ഭാഗമായിട്ട് പ്രശ്നം വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പല കുട്ടികൾക്ക് അവർ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളുടെ പേര് കൃത്യമായിട്ട് അറിയില്ല. കാരണം അവരുടെ ഒരു വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി എങ്ങനെയെങ്കിലും 2 വർഷം പഠിച്ചു കഴിഞ്ഞ് പിന്നെ PR എടുത്ത് അവിടെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കണം, ഇതാണ് ഇന്റൻഷൻ. അല്ലാതെ പഠിക്കുക എന്നുള്ളതിലുപരി അവിടെ സെറ്റിൽഡ് ആകുക. നടക്കുന്നുണ്ടോ? അത് നടക്കാത്തതിന്റെ ഭാഗമായിട്ടുള്ള കാനഡയിൽ പിള്ളേർ കൊണ്ട് തിരിച്ചു വരുന്നത്. അത് ഈ പറഞ്ഞ ഈ റൂട്ട് വർക്ക് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കൺസൾട്ടൻസ് പറഞ്ഞു കൊടുത്തിരുന്ന ഈ റൂട്ട് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഏതെങ്കിലും കുട്ടി UK നിന്ന് കേരളം തിരിച്ചു വരുമോ? നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഫാമിലിയിലോ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ എത്ര കുട്ടികൾ ഇന്ന് തിരിച്ചു വന്നിട്ടുണ്ട് പുറത്ത് ജോലി കിട്ടാണ്ട്? അപ്പൊ ആ റൂട്ട് വർക്ക് ചെയ്യില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു കോഴ്സ് ഏതെങ്കിലും സ്ഥലത്ത് പഠിച്ച് അതിനുശേഷം PR പെട്ടെന്ന് എൻ്റർ ചെയ്ത് പെട്ടെന്ന് അവിടെ സെറ്റിൽ ചെയ്ത് അതിഗംഭീരമായിട്ട് ലൈഫ്, ഇങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. ഓരോ നാടിൻ്റെയും ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് പ്രകാരം അവിടത്തേക്ക് ആവശ്യമുള്ള പ്രൊഫഷൻ ഏതാണോ അതിനെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പം ഈ നേരത്തെ പറഞ്ഞു ഇവിടുത്തെ മൈഗ്രേഷൻ്റെ ആൾക്കാരുടെ പ്രശ്നമുണ്ട്, അഫ്ഗാനിസ്ഥാനിലും മറ്റൊരു പ്രശ്നങ്ങളുണ്ട്, യൂറോപ്പിൽ പോയ പിള്ളേർക്കൊക്കെ തല്ലുകൊള്ളുകയാണ്. അങ്ങനെ ഉള്ള ഏറ്റവും സേഫ് അല്ലാത്ത രാജ്യവുമായിട്ടാണോ ഇന്ത്യ ഇപ്പോൾ ഈ പറഞ്ഞ 27 യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള ഒരു ബിസിനസ് ഡീലാണ്, ഹിസ്റ്റോറിക് എഗ്രിമെന്റ് ആണ് സൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ് കുട്ടികൾക്ക് ഗുണമുണ്ടാകാൻ പോകുന്നത്? ബിസിനസ് അല്ലേ വളരുന്നത്. ബിസിനസ്സിന് എന്ത് വേണം? യൂറോപ്യൻ രാജ്യങ്ങളുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് മീഡിയൻ ഏജ്, അതായത് ഇപ്പോൾ നമ്മുടെ നാടിന്റെ മീഡിയൻ ഏജ് 29 വയസ്സാണ്. 29 വയസ്സിന് പകുതി പോപ്പുലേഷൻ 29 വയസ്സിന് താഴെയും പകുതി പോപ്പുലേഷൻ 29 വയസ്സിന് മേലെ എന്നാണ് അതിനർത്ഥം. യൂറോപ്യൻ രാജ്യങ്ങളിൽ 40കളാണ്, അവിടെ ജോലി ചെയ്യാൻ ആൾക്കാരില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഡീല് വരുമ്പോൾ എക്സ്ചേഞ്ച് ഓഫ് റിസോഴ്സ് സംഭവിക്കും, അവിടെ കൂടുതൽ ബിസിനസ്സുകൾ വരും. നമ്മുടെ ഇവിടുത്തെ ബിസിനസ്സുകാർ എന്ത് ചെയ്യും? യൂറോപ്യൻ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യും, യൂറോപ്യൻ കമ്പനീസ് തിരിച്ചുവിടും. ഇതിന് എന്ത് വേണം? വർക്ക് ഫോഴ്സ് മൊബിലിറ്റി വേണം. അപ്പോൾ എന്തുണ്ടാവും? നമുക്ക് സ്വാഭാവികമായിട്ട് വർക്ക് വിസ കൂടും, വിസയുടെ കണ്ടീഷൻസ് കുറച്ചുകൂടി ഈസൻ ചെയ്യും. കറക്റ്റായിട്ട് അവിടേക്ക് ഏതൊക്കെ പ്രൊഫഷനാണോ വേണ്ടത് അവർക്ക് ആവശ്യമുള്ളത്, നേരത്തെ പറഞ്ഞ എഞ്ചിനീയേഴ്സ്, നഴ്സുമാർ, സോഷ്യൽ വർക്കേഴ്സ്, ഒരുപാട് പ്രൊഫഷൻസ് ഉണ്ട്. ഇതിൽ പെട്ട ആൾക്കാർ അവിടുത്തെ നല്ല യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു കാരണവശാലും തിരിച്ചു വരേണ്ടി വരില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എഞ്ചിനീയറിംഗ്, ചേട്ടാ നേരത്തെ പറഞ്ഞു എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഇപ്പോൾ നമ്മൾ TCSലോ ഇൻഫോസിസിലോ ഒക്കെ ജോലിക്ക് കയറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ശമ്പളം ഉണ്ടാകുമായിരിക്കും. പക്ഷേ അതിൽ തരുന്ന നമുക്കുള്ള ഒരു മെന്റൽ സ്ട്രെസ് ഉണ്ട്. പക്ഷെ നമ്മൾ പുറം രാജ്യങ്ങളെ എടുത്ത് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിനെ എടുത്ത് നോക്കുമ്പോൾ കൃത്യമായ ഒരു മെന്റൽ ഹെൽത്തിന് ബാലൻസ് നൽകുന്ന ഒരു വർക്കിംഗ് ലൈഫ് സ്റ്റൈൽ ഉണ്ട്. അത് എത്രത്തോളമാണ് ഇന്ന് നമ്മുടെ കുട്ടികളെ അത്തരം രാജ്യങ്ങളിലേക്ക് ആകർഷിക്കുന്നത്? അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഒരാളെ ആകർഷിക്കുന്നത്. അതായത് അവിടുത്തെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഒരു അഡീഷണൽ വർക്ക് ലോഡ് വരുന്നില്ല എന്നതാണ് അതിൻ്റെ പോസിറ്റീവ് തിങ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഒരു യൂണിവേഴ്സിറ്റി, ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിജക്ഷൻ വന്നാൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ഇഷ്യൂ ചെയ്യാൻ 2-3 മാസം കഴിഞ്ഞാൽ ഉടനെ പാരന്റ് തന്നെ എടുക്കുന്ന നിലപാട് എന്താ വെച്ചാൽ ഇനി വേണ്ട, ഇനി പഠിക്കണ്ട, ഇനി ഇവിടെ നാട്ടിലെവിടെയും പഠിച്ചാൽ മതി, പുറത്തു പോകണ്ട. അതായത് ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യാനായി ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുക. നമ്മുടെ നാട്ടിൽ എത്രയോ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടുന്നത്. ഇതിൻ്റെ പകുതി പ്രോസസ്സ് ഇല്ല. ഒരു 4 മാസം കഴിയുമ്പോഴേക്കും ഇത് ഇട്ടെറിഞ്ഞ് പോകും. എന്നിട്ട് എന്ത് ചെയ്യും? ഏതെങ്കിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ട് ചേർക്കും, അതായത് ഈ നാട്ടിൽ അല്ലെങ്കിൽ വിദേശത്ത്. എന്നിട്ട് അവസാനം 2 വർഷം 3 വർഷം കഴിഞ്ഞ് ജോലി കിട്ടുന്നില്ല, കുട്ടി തിരിച്ചു വരണം, കുട്ടിക്ക് കടബാധ്യതയായി കംപ്ലീറ്റ് പുറത്തു പോകുന്ന ആൾക്കാർക്ക് ആകെ പ്രശ്നമാണ്, മൊത്തത്തിലുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് നടക്കും. അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 2 മാസം ഗ്യാപ്പ് ആണെങ്കിൽ ആ 2 മാസം സമയം എടുക്കും.
നിങ്ങൾ 10 ദിവസം കഴിയുമ്പോഴേക്കും എന്നാ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇട്ടെറിഞ്ഞ് പോകുന്നതിന് അർത്ഥമില്ലല്ലോ. ഒരു പ്രോസസ്സ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വേറെ, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി വേറെയാണ്. അതിനെ പറ്റിയുള്ളൊരു ബോധം ആദ്യം മനുഷ്യന്മാർക്ക് ഉണ്ടെങ്കിൽ തന്നെ ഈ കുട്ടികൾ ഒരു വാല്യൂ ഇല്ലാത്ത കാനഡയിലുള്ള ഈ PGD പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കൊടുക്കുന്ന കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ പോയി ഇങ്ങനെ ഒഴുകില്ലായിരുന്നു. അവിടുത്തെ നല്ല യൂണിവേഴ്സിറ്റികളുണ്ട്, അവിടേക്ക് ആയിരിക്കും വേണ്ട. എങ്ങനെയും അവിടേക്ക് എത്തുക എന്നുള്ളതാണ് ടാർഗറ്റ്. ഇത് മാറിയാൽ തന്നെ നമ്മുടെ കുട്ടികളുടെ എല്ലാ പ്രശ്നവും തീരും. ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ ടൈം എടുക്കുക, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടില് നീറ്റ് എഴുതുന്ന കുട്ടികൾ അവരൊക്കെ 1 വർഷം 2 വർഷമൊക്കെ റിപ്പീറ്റിന് പോയി അത് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ വിദേശ യൂണിവേഴ്സിറ്റികളിൽ നിന്നെല്ലാം പെട്ടെന്ന് കിട്ടും അങ്ങനെ ഒരു തോട്ട് എനിക്ക് തോന്നുന്നു ഈ സ്റ്റഡി അബ്രോഡ് കമ്പനികളാണ് നമ്മുടെ ഉള്ളിലേക്ക് എത്തിച്ചത് അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള കമ്പനികൾ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്? നല്ലൊരു കമ്പനി എങ്ങനെയാണ് തിരിച്ചറിയുക? പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ ഒരു കൺസൾട്ടന്റ്, നിങ്ങൾ അതിൻ്റെ ക്രെഡിബിലിറ്റി 100% ആലോചിച്ച് പല പല റെഫറൻസുകൾ എടുത്ത ശേഷം മാത്രം നോക്കുക. നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് വെച്ചാൽ ഒരു കുട്ടി പോയി ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാനഡയ്ക്ക് പോയിരുന്ന മെജോറിറ്റി കൺസൾട്ടൻസും റെഫറൻസ് വഴിയാണ് പിള്ളേർ റെഫറൻസ് വഴി പോയിരുന്നത്. പക്ഷെ ഒരു കുട്ടി പോയത് ആ കുട്ടിക്ക് എത്രമാത്രം കുറച്ച് കാര്യങ്ങൾ അറിയുന്നത് അവിടെ എത്തിയതിന് ശേഷം അവിടെ എന്താണെന്നുള്ളത് കരിയറും അല്ലെങ്കിൽ ലൈഫിനെ ആക്ച്വലി ഒരു ഫേസ് ചെയ്യുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. അവിടെ എത്തുക എന്നുള്ള സംഭവത്തിന് ഹെൽപ്പ് ചെയ്തു കൺസൾട്ടന്റ്. പക്ഷെ ആ എത്തിയ രാജ്യം കറക്റ്റാണോ? ആരാ ഒരു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റ്? ഹൂ ഈസ് എ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റ്? ഇവിടുന്ന് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ആളാണോ? അതോ എയർപോർട്ടിൽ നിന്ന് കുട്ടിയെ പിക്ക് ചെയ്തിട്ട് ഹോസ്റ്റലിൽ ആക്കി കൊടുക്കുന്ന ആളാണോ? അത്രയല്ലേ ഇപ്പോഴത്തെ കൺസൾട്ടൻസികൾ ചെയ്യുന്നുള്ളൂ. അതല്ല ഒരു കൺസൾട്ടന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് രാജ്യത്ത് നിന്ന് നിങ്ങളുടെ പ്രൊഫഷൻ തുടങ്ങണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. അതിനൊരു മൂല്യമില്ലാതെയായി. അതായത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അവിടെ എത്തിയിട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പാർട്ട് ടൈം ജോലി അറേഞ്ച് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ കുട്ടിയെ അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്തിട്ട് ഹോസ്റ്റലിൽ ഉണ്ടാക്കും, അവിടെ അക്കോമഡേഷൻ ശരിയാക്കി കൊടുക്കും. ഇയാൾ ആരാ? നമ്മുടെ വേലക്കാരനോ? ആക്ച്വലി സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റ് എന്ന് പറയുന്ന അയാളുടെ ശരിക്കുള്ള ഉത്തരവാദിത്വം, നിങ്ങളിപ്പോൾ ജോലി സാധ്യത ഇല്ലാത്ത ഒരു കോഴ്സാണ് ഒരു രാജ്യത്ത് പഠിക്കണേ വെച്ചുള്ളൂ. ഇപ്പോൾ എഞ്ചിനീയറിംഗ് പ്രൊഫഷനുകളുമായിട്ട് ഒരുപാട് നമുക്ക് എന്താ പറയുക ഒരു സാധ്യത കുറവുള്ള സ്ഥലങ്ങളാണ് ന്യൂസിലാൻഡ്, അയർലാൻഡ്, അല്ലെങ്കിൽ മൗറീഷ്യസും എല്ലാ ഐലൻഡ് നേഷൻസും. അവിടെ ടൂറിസവും ഹോസ്പിറ്റാലിറ്റിയാണ് കൂടുതൽ. അപ്പോൾ നിങ്ങൾ ആ രാജ്യത്ത് പോയിട്ട് എഞ്ചിനീയറിംഗ് പഠിച്ച് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏത് രാജ്യത്ത് ഏത് കോഴ്സ് അവിടെ തന്നെ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്നുള്ളത് ബേസ്ഡ് ഓൺ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. ആ പെർട്ടിക്കുലർ തീരുമാനം തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്റ്റലും അറേഞ്ച് ചെയ്ത് തരുന്നു, പാർട്ട് ടൈം അറേഞ്ച് ചെയ്തു, ഒക്കെ ശരിയാണ്. ഇത് പഠിപ്പ് കഴിയില്ലേ? ഈ കഴിഞ്ഞ ശേഷം ജോലി നിങ്ങൾക്ക് കിട്ടുന്നതിന് എന്തിനു ബേസ്? ഈ അഡ്വൈസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ രാജ്യത്ത് അവിടെ കാര്യമായിട്ടുള്ള സാധ്യത ഇല്ലാത്ത കോഴ്സിനും വാല്യൂ ഇല്ലാത്ത യൂണിവേഴ്സിറ്റിക്കാണ് നിങ്ങളെ തള്ളിവിടണമെങ്കിൽ അയാൾ നിങ്ങൾക്ക് എന്തെല്ലാം സർവീസ് ചെയ്തിട്ടും കാര്യമില്ല. അയാളുടെ പ്രധാനപ്പെട്ട പ്രൊഫഷൻ എന്തിൻ്റെ മുകളിൽ നിൽക്കണു, എവിടുന്ന് കരിയർ തുടങ്ങണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് ചെയ്യാത്തടത്തോളം കാലം അയാൾ എന്ത് കാര്യമുള്ളത്? ഇപ്പൊ നമുക്കറിയാം മലയാളികളെ സംബന്ധിച്ച് പൈസ അത് വലിയൊരു ഘടകമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് കുറച്ച് പൈസക്ക് എങ്ങനെ വിദേശത്ത് പോയി പഠിച്ച് തിരിച്ചു വരാം, അല്ലെങ്കിൽ പഠിച്ച് അവിടെ ജോലി നേടി എങ്ങനെ സെറ്റിൽ ആകാം, കുറച്ച് പൈസ എന്നുള്ള ഒരു തോട്ടുണ്ട്. അത് പോസിബിൾ ആണോ? ഡെഫിനറ്റ്ലി ആണ്. അതേ പറഞ്ഞ ഇവിടുത്തെ ഇതിൻ്റെ പ്രശ്നം, അടിസ്ഥാനമായ പ്രശ്നം എന്ന് പറയുന്നത് വിദേശ വിദ്യാഭ്യാസത്തിൽ എല്ലാ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലും കൊണ്ടിട്ടാണ് കൺസൾട്ടന്റ് ചാടിക്കുന്ന പിള്ളേർ. അവിടെയാണ് 10-15 ലക്ഷം പെർ ഇയർ വരുന്നത്. ഇപ്പോൾ റൊമേനിയ പ്രോഗ്രാം പഠിക്കാൻ 50,000 രൂപയാണ് പെർ ഇയർ ഉള്ളത്. ഓസ്ട്രിയ 1.25 ലക്ഷമാണ് പെർ ഇയർ. ജർമ്മനി ഫ്രീ എഡ്യൂക്കേഷനാണ്. നഴ്സിംഗ് പഠിക്കാൻ 1.25 ലക്ഷം. B2 ലെവൽ പഠിച്ചൊരു കുട്ടിക്ക് ഓസ്ട്രേലിയയിൽ ഗ്രാജുവേറ്റ് നഴ്സിംഗ്, ഹോസ്പിറ്റൽ പ്രോഗ്രാം അല്ല, ഗ്രാജുവേറ്റ് നഴ്സിംഗ് പഠിക്കാനായിട്ട് 1.25 ലക്ഷമാണ് പെർ ഇയർ ഉള്ളത്. നമ്മുടെ നാട്ടിൽ 10 ലക്ഷം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊടുക്കുമ്പോൾ അതിന് 3-1 മാത്രം വരുന്നുള്ളൂ. അവിടുത്തെ സ്റ്റാർട്ടിംഗ് സാലറിന് 1,800-2,000 യൂറോ കിട്ടും. അപ്പോൾ ഈ അവയർനെസ് ഇല്ല. ഈ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 80-90% മാർക്കൊന്നും വേണ്ട, 60-65% മാർക്ക് മതി. ചില യൂണിവേഴ്സിറ്റീസ് മാത്രം IELTS ചോദിക്കും 6.5. ഇതേ ആവശ്യമുള്ളൂ. പക്ഷെ ഇതിനെ പറ്റിയുള്ള അവയർനെസ് ഇല്ല. വീണ്ടും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ചേരും. അതാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഇപ്പൊ നമ്മളത് കേൾക്കുന്നത് തന്നെ ഇപ്പോൾ ചേട്ടൻ പറയുമ്പോൾ അങ്ങനെ സംസാരിക്കുന്ന ആളുകൾ കുറവാണ് പബ്ലിക് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചിട്ട്. അപ്പോൾ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും നമ്മുടെ പല സ്റ്റഡി അബ്രോഡ് കമ്പനികളും തമ്മിലൊരു ഉണ്ടാകുന്ന ഒരു ബോണ്ടാണോ ഈ കുട്ടികളെ ഇത്തരത്തിലുള്ള ഒരു വഴിയാധാരമാകുന്ന സിറ്റുവേഷനിലേക്ക് എത്തുന്നത്? നിങ്ങൾ ഇവിടുന്ന് കയറി വരുമ്പോൾ ഒരു വർഷം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായി, ഞാൻ അവിടെ ഒരു ടാഗ് ലൈൻ ഉണ്ട്, ഐ ഡോണ്ട് വർക്ക് ഫോർ എനി യൂണിവേഴ്സിറ്റീസ്, ഐ വർക്ക് ഫോർ മൈ സ്റ്റുഡൻസ് എന്നുള്ളത്. ഇത് രണ്ട് ബിസിനസ് മോഡലാണ്. അതായത് നിങ്ങൾ താനിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ എനിക്ക് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തൻ്റെ അടുത്ത് 0 സർവീസ് ചാർജ് ആണ്. തൻ്റെ അടുത്ത് ട്യൂഷൻ ഫീ പേ ചെയ്യേണ്ടി ഒരു 20 ലക്ഷം രൂപയാണ്. അതിൻ്റെ ഒരു പോർഷനാണ് കൺസൾട്ടൻറ്റിന് പൈസയിൽ കിട്ടുന്നത്. അപ്പോൾ കുട്ടി ചിന്തിക്കുന്നത് എന്താ, ഒറ്റ രൂപ കൺസൾട്ടൻറ്റിന് കൊടുക്കാണ്ട് നേരെ UK കാനഡയിലെത്താം, യൂറോപ്പിലെത്താം. അതിന് പകരം നിങ്ങൾ അടയ്ക്കുന്ന ഫീസിൽ നിന്ന് നല്ലൊരു ശതമാനം അവിടെ കൺസൾട്ടൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ യാത്ര ചെയ്തിട്ട് 29 യൂറോപ്യൻ രാജ്യങ്ങളും മറ്റു അനേകം സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്.
അവിടുന്ന് പഠിച്ചിട്ടുള്ള അവിടെയുള്ള ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ പോകണം, എന്തുകൊണ്ട് അവിടെ പോകണം, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റാണ് നല്ലത് എന്നുള്ള അറിവ്, അവിടെ ഓരോ പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയുടെ എൻട്രി റിക്വയർമെൻറ്റുള്ള വ്യക്തമായ ധാരണ, ഇത് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചുള്ള ഞാൻ അപ്ഡേറ്റഡ് ആകുന്നത്. ഇങ്ങനെ അനേകം കാര്യങ്ങളെ ബേസ് ചെയ്ത് ഐ വിൽ ഗൈഡ് സ്റ്റുഡൻസ് ടു വാട്ട് യൂണിവേഴ്സിറ്റീസ്, ഈ പബ്ലിക് യൂണിവേഴ്സിറ്റീസ്. അതിൻ്റെ കോസ്റ്റ് 2 to 5 lakhs ആണ് പെർ ഇയർ, മറ്റേതിൻ്റെ 3-1. ആൻഡ് സ്റ്റുഡൻസ് പേ മി എ സർവീസ് ചാർജ് ഫോർ ഷെയറിങ് മൈ നോളജ്. അതിനവർക്കുള്ള വിസ കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വാല്യൂ കൽപ്പിക്കുന്നത്, ഞാനൊരു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റ് എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ കുട്ടി എവിടുന്ന് കരിയർ തുടങ്ങണമെന്ന് പറഞ്ഞു കൊടുക്കലാണ്. നിങ്ങൾ 10,000 രൂപയ്ക്കാണ് നിങ്ങളുടെ കരിയർ തുടങ്ങണമെങ്കിൽ നിങ്ങളുടെ എല്ലാ വർഷത്തെ ഹൈക്കും ഈ 10,000 രൂപയ്ക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് ജോലി സാധ്യത കൂടുതലുള്ള പ്രൊഫഷണൽ രാജ്യത്ത് പോയി നിങ്ങൾ 25,000 രൂപയ്ക്ക് നിങ്ങളുടെ കരിയർ തുടങ്ങിയാൽ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും നിങ്ങളുടെ കരിയർ ഹൈക്ക് വരുന്നത്. സോ നിങ്ങൾ എവിടുന്ന് നിങ്ങളുടെ കരിയർ തുടങ്ങണു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നിങ്ങൾക്ക് പിഴച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റഡി അബ്രോഡ് പ്ലാൻ തന്നെ തെറ്റിപ്പോയി നടത്തും. ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഒരാളാണെന്ന്. ഇപ്പൊ നമ്മൾ കേരളത്തെ എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം നമ്പർ 1 ലിറ്ററസി ഉള്ള സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഇവിടുത്തെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആയിട്ടാണ് നമ്മൾ തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിനെ കാണുന്നത്. ആ കോളേജിൽ നിന്ന് പഠിച്ച് എന്തിനാണ് ചേട്ടൻ വിദേശത്ത് പോയി പഠിക്കേണ്ട സാഹചര്യത്തെ കുറിച്ച് റെക്കമെൻഡ് ചെയ്യുന്നത്? എൻ്റെ അറിവില്ലായ്മയാണ് ഒരു കാലത്ത് ഉണ്ടായിരുന്നത്. അതായത് എൻ്റെ ചിന്ത എന്താ വെച്ചാൽ വിദേശത്ത് പോയി പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു ചെലവ് വരുന്ന പരിപാടിയാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഞാൻ ആകെ കൊടുത്ത 6,000 രൂപയാണ് ഒരു വർഷം പഠിക്കാനായിട്ട് കൊടുത്തത്. അപ്പോൾ എൻ്റെ ചിന്ത എന്താ വെച്ചാൽ ഏറ്റവും മിനിമൽ പൈസയ്ക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്ന് തന്നെയാണ്. ഒരു സാധാരണ മലയാളി പാരൻ്റ് എങ്ങനെ ചിന്തിക്കണോ അല്ലെങ്കിൽ ഒരു ചൈൽഡ് എങ്ങനെ ചിന്തിക്കണോ അത് തന്നെയാണ് ഞാൻ ചിന്തിച്ചത്. ആ അബദ്ധമാണെന്ന് പറയുന്നത് എന്തിനാ വെച്ചാൽ ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് കയറിയ ആ പെർട്ടിക്കുലർ ഒരു കോളേജ് ഗ്ലോബൽ റാങ്കിങ്ങിൽ QS റാങ്കിങ്ങിൻ്റെ 7 പോലും ഇല്ല. അവിടെ കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് സ്റ്റേറ്റ് റാങ്ക് മേടിച്ചത്. അതിനുശേഷം നാഷണൽ ലെവലിൽ പരീക്ഷ എഴുതി ബിറ്റ്സ് പിലാനിയുടെ ബിറ്റ്സാർ പരീക്ഷ എഴുതിയിട്ടാണ് പിലാനി ക്യാമ്പസിൽ ജോയിൻ ചെയ്യുന്നത്. ആ ബിറ്റ്സ് പിലാനിയുടെ ഗ്ലോബൽ റാങ്ക് 900 ആണ്. 600, 500, 400 റാങ്കുള്ള യൂണിവേഴ്സിറ്റിയിൽ യൂറോപ്പിൽ കയറാൻ ആ എടുത്ത പണിയുടെ 100% പണിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ തിരിച്ചറിവിൽ നിന്നാണ് അറ്റ്ലീസ്റ്റ് അടുത്ത ആൾക്കാർ, ഇപ്പം നമ്മുടെ നാടിൻ്റെ പ്രശ്നം എന്താണ്, നമ്മുടെ നാട്ടിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ യങ് പോപ്പുലേഷനാണ് കൂടുതൽ. അപ്പോൾ ഇവിടെ അതിന് വേണ്ട IITs, IIMs അങ്ങനെയുള്ള ഇൻഫ്ര കുറവാണ്. അപ്പോൾ ഓരോ ആവറേജ് സംവിധാനങ്ങളിലേക്ക് പോലും കയറി പറ്റാനായിട്ട് ഒരു കുട്ടിയുടെ എഫേർട്ട് അത്ര ഹൈ ആണ്. അപ്പോൾ അത്ര പണിയെടുത്തിട്ട് കിട്ടുന്ന ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഗ്ലോബൽ റാങ്കുള്ള യൂണിവേഴ്സിറ്റി ഒന്നും ആയിട്ടല്ല. ഇവിടെ അതിനുള്ള ഇൻഫ്ര ഇല്ലാത്തതുകൊണ്ട് പിള്ളേർ സ്ട്രഗിൾ ചെയ്യണം അവിടെ കയറാൻ. 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതൽ തുടങ്ങും ഒരു കളക്ടർ ആവാൻ പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ 6-7 ആകുമ്പോൾ തുടങ്ങും IITയിൽ കയറാൻ വേണ്ടി കഷ്ടപ്പെടാനായിട്ട്. ഈ IITയുള്ള 150-200 റാങ്ക് ഗ്ലോബൽ റാങ്കുകളാണ് IITs. അവിടെ നിങ്ങൾക്ക് കയറണമെങ്കിൽ യൂറോപ്പിലെ എത്രയോ യൂണിവേഴ്സിറ്റി സിമിലർ ആയിട്ടുള്ളത്, അത്ര പോലും കഷ്ടപ്പെടാതെ നിങ്ങൾ കറക്റ്റായിട്ട് 6 months to 1 year പണിയെടുത്താൽ നിങ്ങൾക്ക് സുഖമായിട്ട് അവിടെ പഠിക്കാൻ പറ്റും. അവിടെ വരുന്ന ചിലവിൻ്റെ പകുതി പോലും നിങ്ങൾക്ക് ചിലവ് വരില്ല. അപ്പോൾ വേറൊരു സംശയം എന്താണെന്നറിയോ, ഇപ്പൊ നമ്മളിപ്പോൾ എൻ്റെ 2-3 കൂട്ടുകാർ UK പോയി പഠിച്ച് അവർ പഠിക്കുന്നത് എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്, അല്ലെങ്കിൽ മറ്റേ MSc പോലെയുള്ള കോഴ്സുകളാണ്. പക്ഷെ ഇപ്പോൾ അവര് പഠിപ്പ് കഴിഞ്ഞ് ജോലി ചെയ്യുന്നത് റെസ്റ്റോറൻറ്റുകളിലാണ്, കെയർ ഹോമിലാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അങ്ങനത്തെ ഒരു കരിയർ എന്തിനാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്? 2 വശങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത്, ആദ്യത്തെ വശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ രാജ്യത്ത് പോകുമ്പോൾ അവിടെ ഡിമാൻഡ് ഉണ്ടായിരിക്കണം നിങ്ങളുടെ കോഴ്സിന് എന്ന് വെച്ച് 100 വേക്കൻസി ഉള്ളിടത്തേക്ക് 10,000 ആൾക്കാർ എത്തിക്കഴിഞ്ഞാൽ അവിടെ വേക്കൻസി ഉണ്ട്, ഡിമാൻഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കി വരുന്ന ആയിരക്കണക്കിന് പിള്ളേർ ജോലി കൊണ്ട് അലയേണ്ടി വരും. അതായത് ഏറ്റവും ഈസിയായിട്ട് ഇതിൻ്റെ കൺസെപ്റ്റ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് അല്ലെങ്കിൽ USA ഈ 5 ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഡെസ്റ്റിനേഷൻസും ലക്ഷക്കണക്കിന് പിള്ളേരെയാണ് വരവേൽക്കുന്നത് ഒരു വർഷത്തിൽ. ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതായത് എഡ്യൂക്കേഷനെ വിറ്റ് ജീവിക്കുന്ന എക്കണോമികളല്ല യൂറോപ്പിലുള്ളത്. അപ്പോൾ ഈ വിസ കണ്ടീഷൻസ് എളുപ്പമായതുകൊണ്ടും അനേകം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥലങ്ങളിലുള്ളതുകൊണ്ടും ഇവിടെയുള്ള കംപ്ലീറ്റ് കൺസൾട്ടൻസ് ഈ പറഞ്ഞ 4-5 രാജ്യങ്ങളുടെ മുകളിൽ ഫോക്കസ്ഡ് ആണ്. അത് എങ്ങനെ വിൽക്കാം എന്നുള്ളതാണ് ശ്രമം. അത് സ്വാഭാവികമായിട്ട് എത്തിപ്പെടുന്ന എന്താണ് ഇഷ്യൂ ഉണ്ടാകുന്നത്, അവിടെ പഠിക്കുമ്പോൾ വരുന്ന കോസ്റ്റ് ഹൈ ആണ്. ആ കോസ്റ്റ് ഹൈ ആയിട്ടുള്ള ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് പിള്ളേരെ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ ഒരു 2-3 വിസ കണ്ടീഷൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ രാജ്യങ്ങളുടെ വിസ അറിയുന്ന ഒരു ടീം മെമ്പർ 2 ടീം മെമ്പർ ഉണ്ടെങ്കിൽ ആയിരക്കണക്കിന് പിള്ളേരെ പറഞ്ഞയക്കാം. നേരെ മറിച്ച് ഞാൻ ഈ പറഞ്ഞ യൂറോപ്പ്, നിങ്ങൾ ഓരോ രാജ്യം എടുത്ത് നോക്കിക്കോ, ഓരോന്ന് ചെറുകിട 200, 300, 500 ബില്യൺ ഡോളേഴ്സ് മാത്രമുള്ള എക്കണോമികളാണ് GDP. അപ്പം നിങ്ങൾക്കൊരു 1000 പിള്ളേരെ പറഞ്ഞയക്കണമെങ്കിൽ, അത് പബ്ലിക് യൂണിവേഴ്സിറ്റിക്ക് പറഞ്ഞയക്കണമെങ്കിൽ മിനിമം നിങ്ങൾക്കൊരു 10-15 രാജ്യങ്ങളുടെ വിസ കണ്ടീഷൻസ് അറിഞ്ഞിരിക്കണം. ഇതിന് പണി കൂടുതലാണെന്ന് മാത്രമല്ല ആ കൺസെപ്റ്റ് എന്താണെന്ന് കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇതിനേക്കാൾ ഏറ്റവും എളുപ്പം എന്താണ്, നിങ്ങൾക്ക് ഓസ്ട്രിയ പോയിക്കോ, ജർമ്മനി പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തള്ളിവിടും. ഏതെങ്കിലും 2-3 രാജ്യങ്ങളുടെ വിസ കണ്ടീഷൻസ് പഠിച്ചിട്ട് പിള്ളേരെങ്കിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ട് ചേർക്കും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ലിത്വാനിയ ഒരു വൺ ഓഫ് ദ യൂറോപ്യൻ കൺട്രിയാണ്, അല്ലെങ്കിൽ നല്ലൊരു ഡെസ്റ്റിനേഷനാണ് എഡ്യൂക്കേഷൻ എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു കുട്ടിയുടെ പാരന്റിനോട്
മോളെ കാനഡയിലേക്ക് പറഞ്ഞയക്കണോ ലിത്വാനിയയിലേക്ക് പറഞ്ഞയക്കണോ എന്ന് ചോദിച്ചാൽ അവർ എന്തായാലും കാനഡ എന്നാണ്. കാരണം അവർ ഫെമിലിയർ ആയിട്ടുള്ളത് കാനഡയാണ്. കാനഡയെ കുറിച്ചിട്ടാണ് അവർ കേട്ടില്ല. ഈ ലിത്വാനിയ പോലെയുള്ള രാജ്യങ്ങൾ അത്രയും നല്ല എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ആർക്കും അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ല. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ ഒരുപാട് യൂറോപ്യൻ കൺട്രീസ് ഇതുപോലെ അണ്ടർ റേറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ലേ? അത് യൂറോപ്യൻ രാജ്യങ്ങൾ അണ്ടർ റേറ്റഡ് ആയതുകൊണ്ടല്ല, നമ്മുടെ മണ്ടത്തരമാണ്. അതായത് പണ്ട് എൻ്റെ ഒരു മണ്ടത്തരം ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്, നമ്മുടെ നാട്ടിൽ പഠിക്കാൻ ചിലവ് കുറവും വിദേശത്ത് പഠിക്കാനായിട്ട് ചിലവ് കൂടുതലും എന്നുള്ളൊരു അബദ്ധത്തിനെ പറ്റിയിട്ട്. എന്ന് പറഞ്ഞ പോലെ ആരെങ്കിലും രണ്ടാൾക്കാർ ലിത്വാനിയ പോയാൽ, ആരെങ്കിലും 10 പേര് കാനഡ പോയാൽ അവൻ്റെ പിന്നാലെ അല്ലെങ്കിൽ അവളുടെ പിന്നാലെ അങ്ങനെ നടത്താം. അല്ലാതെ നമ്മൾ പഠിക്കാൻ പോകുന്ന അവരെവിടെ ജോയിൻ ചെയ്തത്, ആ യൂണിവേഴ്സിറ്റി നല്ലതാണോ, ആ രാജ്യം നല്ലതാണോ, ഇതൊന്നും നോക്കില്ല. അപ്പം നമ്മൾ ഏത് രാജ്യത്താണ് നമ്മൾ ചിന്തിക്കുന്ന ഒരു ഏറ്റവും വലിയ അബദ്ധം എന്താ അറിയോ, 4 ആൾക്കാർ പോയ സ്ഥലത്തേ നമ്മൾ പോവുള്ളൂ. നമുക്ക് എഴുത്തും വായന അറിയുന്ന ആൾക്കാരല്ലേ. ഈ യൂട്യൂബിൽ എത്രയോ രാജ്യങ്ങളെ പറ്റിയുള്ള വീഡിയോസ് ഉണ്ട്. ഇത് കണ്ടുകൂടെ? ഇത് കണ്ട ആ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? ആ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ്ങിന് ഒരു പഠിച്ചുകൂടെ? അത് പഠിച്ചതിന് ശേഷം ആൾക്കാർ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലത്തല്ലേ നമ്മുടെ പിള്ളേരെ വിടേണ്ടത്. സേഫ് ആയിരിക്കണം, ഡെവലപ്ഡ് ആയിരിക്കണം, യൂണിവേഴ്സിറ്റി നല്ലതായിരിക്കണം, കോഴ്സിനോട് റെലവൻസ് ഉണ്ടായിരിക്കണം. ഈ 4 കാര്യമല്ലേ ആവശ്യമുള്ളൂ. അതല്ലാതെ കാനഡയ്ക്ക് 100 പേര് പോയാൽ എന്നാൽ എൻ്റെ മോനോട് 100 അവിടെ പോയിക്കോട്ടെ, ഓസ്ട്രേലിയക്ക് ഒരു 10 പേര് പോയി കഴിഞ്ഞാൽ എന്താ ശരി, എൻ്റെ മോൾ അവിടേക്ക് പോയിക്കോട്ടെ. ഇതല്ലല്ലോ നിലപാട്. ആൾക്കാർ കൂടുതൽ പോകും തോറും എന്താ സംഭവിക്കുക? പാർട്ട് ടൈമിന് ബുദ്ധിമുട്ട് വരും, ജോലി കിട്ടാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ സ്റ്റഡി അബ്രോഡ് നമ്മൾ ചിന്തിക്കേണ്ടത് നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് പുതിയ രാജ്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും പിള്ളേർക്ക് കോമ്പറ്റീഷൻ ഇല്ലാതെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ പറ്റിയ രാജ്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ നാട്ടിൽ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷെ അവർക്ക് കിട്ടേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിറ്റി കുറച്ചും കൂടി വേണം എന്നുള്ളത് കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിച്ച് നാട്ടിൽ വന്ന് സെറ്റിൽ ആകണം, നല്ലൊരു ജോലി നേടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അത് പോസിബിൾ ആണോ? നമ്മുടെ ഈ നാട്ടിൽ ഈ കൊച്ചിയിൽ കിടക്കുന്ന പല കോളേജുകൾ MBAക്ക് ചാർജ് ചെയ്യുന്ന എത്ര രൂപ? 12 ലക്ഷവും 15 ലക്ഷം. എഞ്ചിനീയറിങ്ങിനോ പേരെടുത്ത് പറയുന്നില്ല, 3-4 ലക്ഷം രൂപയാണ് പെർ ഇയർ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പൈസ വേണ്ട പുറത്ത് പോയി പഠിക്കണമെങ്കിൽ. എന്നാൽ ഈ ചെലവ് ചെയ്തിട്ട് ഈ MBA കഴിഞ്ഞ കുട്ടികൾക്ക് കിട്ടുന്ന സാലറി എത്രയാണ്? 30,000 രൂപയോ 35,000 രൂപയോ? അവർക്ക് ആ ലോണും കഴിഞ്ഞ് ഒരു മെട്രോയിലാണ് ഈ ജോലി കിട്ടണമെങ്കിൽ ആ ലോണിൻ്റെ തിരിച്ചടവും കഴിഞ്ഞ് പിന്നെ കയ്യിൽ എന്താ ബാക്കിയുള്ളത്? ഞാൻ പറയുന്നത് വെച്ചാൽ ഇവർ പുറത്ത് പോയി ആ പൈസ പോലും ഇല്ലാതെ പഠിച്ച് തിരിച്ചു വരട്ടെ. അവരെല്ലാവരും പറയും പിള്ളേർ മുഴുവൻ പുറത്തു പോവാണ്, എല്ലാം പുറത്തു പോവാണ്, ആരും തിരിച്ചു വരുന്നില്ല. അവരെ കൊണ്ട് 10-30 ലക്ഷം 40 ലക്ഷം വരെ കടം മുഴുവൻ എടുത്ത് വെപ്പിക്കുകയും ചെയ്യും. അവസാനം അവർ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ട് കരയും ചെയ്യും. ഇതിന് വഴി ഉണ്ടാക്കുന്നത് പാരൻസാണ്. ഇല്ല, ചിലവ് കുറഞ്ഞിട്ട് ഇതുപോലെ പഠിക്കാൻ യൂറോപ്പിൽ ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, അത് ഗ്ലോബൽ റാങ്കുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ നമ്മുടെ നാട്ടിൽ പോലും ചിലവ് വരുന്നില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൻ്റെ 100 ഇരട്ടി എക്സ്പോഷർ പിള്ളേർക്ക് കിട്ടുകയും ചെയ്യും. സോ ലയബിലിറ്റി കുറഞ്ഞുകൊണ്ട് തന്നെ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം തിരിച്ചു വരാൻ സാധിക്കും. അല്ലാതെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ട് ചേർക്കും. ഒരു 10-15 ലക്ഷം രൂപ അവരെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. അവസാനം ആ കുട്ടിയെ 15 ലക്ഷം അക്കൗണ്ടിൽ തിരിച്ച് സേവിംഗ് ആയിട്ട് വരണമെങ്കിൽ കാലം എത്ര പിടിക്കും? അപ്പോഴേക്കും അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും, കുട്ടികളായിട്ടുണ്ടാവും, പിന്നെ തിരിച്ചു വരുന്നത് നടക്കില്ല. അപ്പോൾ പ്രായമായിട്ടുള്ള അച്ഛനന്മാർ പറയും, ഓ വിദേശത്ത് പഠിക്കാൻ വിട്ടത് അബദ്ധമാണ്. വിദേശത്ത് പഠിക്കാൻ വിട്ടല്ല അബദ്ധം, എവിടെ പഠിക്കാൻ വിട്ടു, ഏത് ടൈപ്പ് യൂണിവേഴ്സിറ്റി പഠിക്കാൻ വിട്ടു, അതാണ് അബദ്ധമായിട്ടുള്ളത്. ഇപ്പം ചേട്ടൻ ഒരു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റ് എന്ന നിലയ്ക്ക് ഇപ്പം നഴ്സിംഗ് പ്രൊഫഷൻ ഓപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു കുട്ടിക്ക് കടക്കിണിയിലാകാതെ പഠിക്കാൻ പറ്റുന്ന രാജ്യം ഏതാണ്? നമ്മുടെ നാട്ടിൽ ഒരു ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പറഞ്ഞാൽ ആകെ ലിമിറ്റഡ് സീറ്റ്സ് അല്ലേ ഉള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ ചാർജ് ചെയ്യുന്ന എത്ര? 8 ലക്ഷം 10 ലക്ഷം അല്ലേ? ആൾക്കാർ എന്താ പറയുന്നത്? ഒരു 15 ലക്ഷം രൂപയാണ് മാക്സിമം, 15 to 18 ലക്ഷം രൂപയാണ് പുറത്ത് പഠിക്കാൻ. എക്സെപ്റ്റ് ഓസ്ട്രിയ, അവിടെ പഠിക്കാൻ നമുക്ക് ആകെ 3-3 ലക്ഷം ചിലവുള്ളൂ. പക്ഷേ ജർമ്മൻ ടോട്ടായിരിക്കും, ജർമ്മൻ ഭാഷ അറിഞ്ഞിരിക്കണം. ബാക്കിയുള്ള സ്ഥലങ്ങൾ അറൗണ്ട് 15 to 18 lakhs ആണ്. അപ്പോൾ നമ്മൾ ഉടനെ ചിന്തിക്കുന്നത് എന്താ? ഇവിടെ 8 to 10 ലക്ഷം, അവിടെ 18 ലക്ഷം. അതായത് 8 ലക്ഷം രൂപ നമുക്ക് നഷ്ടമാണ്. നമ്മൾ ഈ പറഞ്ഞ 18 ലക്ഷം രൂപ എന്ന് പറയുന്ന എമൗണ്ട് ആ കുട്ടിക്ക് അവിടെ പാർട്ട് ടൈം ചെയ്തിട്ട് 3 വർഷത്തെ സ്വന്തമായിട്ടുള്ള ചെലവുകൾ മുഴുവൻ വഹിക്കുന്നുണ്ട് ആ കുട്ടി. ഇവിടെയോ ഹോസ്റ്റൽ ഫീസും മറ്റ് ചെലവുകളെല്ലാം കൂടെ നോക്കുമ്പോൾ ഏകദേശം ഒരു 10-13-14 ലക്ഷം ചെലവ് വരും. ഈ 14 ലക്ഷം അല്ലെങ്കിൽ 12 ലക്ഷം ചെലവ് ചെയ്തിട്ട് എത്ര രൂപയ്ക്കാണ് ജോലിക്ക് കയറുന്നത്? 10,000 രൂപ. അങ്ങനെ മിനിമം 2-3 വർഷം എല്ലും മുറിയെ പണിയെടുക്കണം, 10-12 മണിക്കൂർ വെച്ചിട്ട്. അങ്ങനെ പണിയെടുത്ത് എക്സ്പീരിയൻസ് നേടി IELTS 7 or 7.5 മേടിച്ചിട്ട് വേണം പുറത്തേക്ക് പോകാനായിട്ടൊരു കുട്ടി. 2 വർഷം ഈ തുച്ഛമായിട്ടുള്ള സാലറിയിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന നഷ്ടം എത്രയാണ്? 3-4 ലക്ഷം സേവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നാട്ടിൽ പഠിക്കും, എന്നിട്ട് അവസാനം പുറത്തേക്ക് പോകാൻ വേണ്ടി ഇവിടെ വന്നിട്ട് കഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഏതാ നല്ലത്? 4-5 ലക്ഷം നമ്മൾ എങ്ങനെയും കണ്ടെത്തി ഇവിടെ പഠിക്കുന്നതാണോ, അല്ല പുറത്ത് പഠിക്കുന്നതാണോ, അതോ ഇവിടെ പഠിക്കുന്നതാണോ? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. അപ്പോൾ ഒരുപാട് ഡിഫറൻസ് ഒന്നും വരില്ല. നമ്മൾ പറയുന്നത് ഇപ്പോൾ 10 ലക്ഷം ഇവിടെ പഠിക്കാനും 50 ലക്ഷം പുറത്ത് പോയി പഠിക്കുകയാണെങ്കിൽ ശരിയാണ്. ആകെ 4-5 ലക്ഷത്തിൻ്റെ പറ്റി 4-5 ലക്ഷത്തിന് വിലയില്ലാണ്ട് പറയുന്നല്ല. പക്ഷേ ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. നിങ്ങളത് കഴിഞ്ഞിട്ട് പുറത്തു പോകാൻ നോക്കണ നേരത്ത്, അല്ലെങ്കിൽ ഇവിടെ കരിയർ നോക്കാൻ നേരത്ത് എത്ര നഴ്സുമാർ നൈറ്റ് ഷിഫ്റ്റ് ഇല്ലാത്തത്? ഈ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ 12-14 മണിക്കൂർ വർക്ക് ചെയ്യുന്ന നഴ്സുമാരെ എനിക്കറിയാം. അവരുടെ സാലറി 20,000-25,000 രൂപയേ ഉള്ളൂ. 2 അറ്റം കൂട്ടി മുട്ടിക്കാൻ പറ്റുന്നില്ല അവർക്ക്.
അതുകൊണ്ടാണ് പറയുന്നത് പിള്ളേരുടെ അടുത്ത് ലോജിക്കലി ലയബിലിറ്റി കുറച്ച് പുറത്തുപോയി പഠിക്കുക, എന്നിട്ട് ആ എക്സ്പോഷർ ഗെയിനി തിരിച്ചു പോവാ. നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്നതിൻ്റെ ഇരട്ടി ശമ്പളത്തിന് നിങ്ങൾ ഇതേ കമ്പനി നിങ്ങൾ അബ്സോർബ് ചെയ്യും. ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ ഇൻടേക്കുകൾ കുറയ്ക്കുകയാണ്, കാരണം അത്രത്തോളം ഫ്ലോ ഉണ്ട് കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പുറം രാജ്യങ്ങളിലേക്ക് കുട്ടികളുടെ. അപ്പോൾ ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ 2026 നമുക്ക് പോകാൻ പറ്റിയ പഠിക്കാൻ പറ്റിയ നല്ല രാജ്യങ്ങൾ അല്ലെങ്കിൽ കോഴ്സുകൾ ഏതൊക്കെയാണ്? അങ്ങനെ പറയാൻ പറ്റില്ല, അതാ പറഞ്ഞത്. എൻ്റെ കൺസെപ്റ്റ് പ്രകാരം അതാ പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ ഞാനൊരു സാധാ ഏതൊരു കൺസൾട്ടൻറ്റ് ചെയ്ത അതേ വൃത്തിയായിട്ട ഒരു കാര്യം ഞാൻ ചെയ്യണ പോലെ ഇല്ലേ. ഏതെങ്കിലും 2 രാജ്യം നല്ലതാണ്, അവർക്ക് നിങ്ങൾ ഏത് കോഴ്സ് വേണമെങ്കിലും എടുത്ത് പഠിക്കാൻ പോയിക്കോന്ന് പറയാൻ പറ്റില്ല. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, ഡെൻമാർക്ക്, സ്വീഡൻ, ഫിൻലാൻഡ് അല്ലെങ്കിൽ നോർഡിക് രാജ്യങ്ങൾ, ഇവിടെ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനൊക്കെ സാധ്യത കൂടുതലാണ്, പവർ എഞ്ചിനീയേഴ്സിന് സാധ്യത കൂടുതലാണ്, ഫാർമയ്ക്ക് നല്ലതാണ്. പക്ഷേ നിങ്ങൾ താഴത്തേക്ക് വന്ന് ലാറ്റ്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ പോലുള്ള സ്ഥലങ്ങളിലേക്ക് വന്ന അങ്ങനെയല്ല. പോർട്ടുമായി ബന്ധപ്പെട്ടത് ലോജിസ്റ്റിക്സ്, മാരിടൈം കോഴ്സസ് ഇതിന് നല്ലതാണ്. ജർമ്മനി ടെക്നോളജി ഹബ് ഓഫ് യൂറോപ്പാണ്, ടെക്നോളജിയുടെ ഒരു പ്രോഗ്രാം പഠിക്കാൻ നിങ്ങൾ അവിടെ പോകണം. ഫ്രാൻസ് മാനേജ്മെന്റ് പ്രോഗ്രാംസ്, ബ്യൂട്ടി അല്ലെങ്കിൽ ഫാഷനുമായി ബന്ധപ്പെട്ട് അവിടെ നല്ലതാണ്. അതുപോലെ ഹോസ്പിറ്റാലിറ്റി. അപ്പോൾ ഓരോ രാജ്യത്തിനനുസൃതമായിട്ടാണ് അതിൻ്റെ സാധ്യതകൾ വരുന്നത്. നമ്മൾ ഏത് കോഴ്സാണ് എടുത്ത് പഠിക്കാൻ താല്പര്യമുള്ളത്, നമ്മുടെ അക്കാഡമിക്സും ഫൈനാൻസിനെ ബേസ് ചെയ്തുകൊണ്ട് അവിടേക്ക് ആപ്റ്റായിട്ടുള്ള രാജ്യങ്ങൾ ഏത്, ആ രാജ്യങ്ങളിൽ നല്ല യൂണിവേഴ്സിറ്റികൾ ഏത്, ബേസ്ഡ് ഓൺ ക്യൂഎസ് റാങ്കിങ്. ഇങ്ങനെയാണ് അതിൻ്റെ ഫിൽട്രേഷൻ സംഭവിക്കുന്നത്. ഒരിക്കലും നമുക്ക് ജനറലി ഡെൻമാർക്ക് നല്ലത്, ഓസ്ട്രിയ നല്ലത്, അല്ലെങ്കിൽ ഫിൻലാൻഡ് മോശം, നോർവേ അടിപൊളി ഇങ്ങനെ പറയാൻ പറ്റില്ല നമുക്കത്. ഇപ്പോൾ ദിലീപ് സാർക്കേവ് സ്റ്റഡി അബ്രോഡ് എങ്ങനെയാണ് ഒരു കുട്ടിയെ ഒരു രാജ്യത്തേക്ക് എത്തിക്കുന്നത് വരെയുള്ള പ്രൊസീജിയർ എടുക്കുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഈ പറഞ്ഞ പോലെ എന്താണ് കുട്ടിയുടെ ആഗ്രഹം, ഏത് കോഴ്സ് പഠിക്കാനാണ്, ആ കോഴ്സ് എത്രയാണ് ഒരു ബഡ്ജറ്റ് ഉള്ളത്. അപ്പോൾ ആ ബഡ്ജറ്റും ആ കോഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രിഫേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് നമ്മൾ പിക്ക് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം അവൻ്റെ അക്കാഡമിക്സ് നോക്കിയതിന് ശേഷം ആ അക്കാഡമിക്സ് പ്രകാരം ഏതെല്ലാം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ട് നോക്കും. അതിനുശേഷം മിനിമം ഒരു 2 അപ്ലിക്കേഷൻസ് എങ്കിലും 1-2 അപ്ലിക്കേഷൻസ് ഡിപ്പെൻഡിങ് ഓൺ പ്രൊഫൈൽ നമ്മൾ മൂവ് ചെയ്യും. അതിൻ്റെ ഓഫർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് വിസ കണ്ടീഷൻസിലേക്ക് എന്തൊക്കെയാണോ പറയുന്നത് അതെല്ലാം ഫുൾഫിൽ ചെയ്തുകൊണ്ട് വിസ ടീമിൻ്റെ ഗൈഡൻസ് പ്രകാരമുള്ള വിസ ലോഡ്ജ് ചെയ്യണം. അതിനുവേണ്ട എൻഡ് ടു എൻഡ്, അതായത് എക്സെപ്റ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം, അത് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുന്നതാണ്. അവർക്ക് ആ കരിയർ ഗൈഡൻസ് ആണ് കൊടുക്കുന്നത്. അല്ലാതെ ഞാൻ എന്നോട് ചോദിക്കും പാർട്ട് ടൈം ആക്കി കൊടുക്കുമോ നിങ്ങൾ, അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും പിക്കപ്പ് ചെയ്യാൻ വരുമോ? ഞാൻ പറഞ്ഞു 2 വർഷം 3 വർഷം ഈ 10-20 വയസ്സായിട്ടുള്ള പിള്ളേർ സുഖമായിട്ട്, ആ പിള്ളേർക്ക് പേടിയില്ല, പാരൻസിനാണ് പേടിയുള്ളത്. സേഫ് ആയിട്ടുള്ള രാജ്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ആ സേഫ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നല്ല യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകുന്ന ആൾക്കാർക്ക് എയർപോർട്ടിൽ നിന്ന് ഹോസ്റ്റൽ വരെ എത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇവരെങ്ങനെയാണ് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഞാൻ ആ കരിയർ ഗൈഡൻസിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ആ കുട്ടി എവിടുന്ന് അവൻ്റെ കരിയർ തുടങ്ങണം, അത് എന്തുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങണം, അവർക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഏതൊക്കെയാണ്, അവരുടെ ഫൈനാൻസ് ഒരിക്കലും എക്സീഡ് ചെയ്യാതെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഏതാണ്, ഇതാണ് ഗൈഡൻസ്. ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ അത് പ്രോഫിറ്റബിൾ ആകുന്നുണ്ടോ? ഡെഫിനറ്റ്ലി വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ഇനീഷ്യൽ കാലഘട്ടങ്ങളിലൊക്കെ ഈ കൺസെപ്റ്റിൻ്റെ ആൾക്കാർക്ക് മനസ്സിലായിരുന്നില്ല. എല്ലാവരും ഇപ്പോൾ ഒരു പ്രോഗ്രാം യൂറോപ്പിൽ പോയിട്ട് 10-14 രാജ്യങ്ങൾ യാത്ര ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതായത് ഓസ്ട്രേലിയ 1.25 ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് ഭ്രാന്താണ് അതിലേക്ക്, 1.25 ലക്ഷത്തിന് എവിടെ പഠിക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ് ചോദിക്കേണ്ടായിരുന്നു. എല്ലാവരും കാനഡയ്ക്കും അതുപോലെ UK-ക്കും പോയിരുന്നപ്പോൾ ഞാൻ യൂറോപ്യൻ രാജ്യങ്ങൾ പോയി. ഞാൻ പലപ്പോഴും യാത്ര ചെയ്യാറുള്ളതാണ്. ഞാൻ വീഡിയോസ് എടുത്ത് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും എൻ്റെ ഇൻസ്റ്റാ പേജിലൂടെയും ഒക്കെ ഞാൻ പബ്ലിസൈസ് ചെയ്തു. അപ്പോഴാണ് ആൾക്കാർക്ക് തിരിച്ചറിഞ്ഞത് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളത്. അതിനുശേഷം കാനഡയിലെ ഇഷ്യൂസ് വന്നപ്പോഴാണ് ആൾക്കാർ ഇത് പറയുന്നത് സത്യമാണെന്നുള്ള ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയത്. അപ്പോൾ ആ ഇനീഷ്യൽ 3-4 വർഷം എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ടഫായിരുന്നു. കാരണം ഈ ബിസിനസ് മോഡൽ ആരും ഉൾക്കൊള്ളാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞത് നുണയാണ്, അങ്ങനെ ഓപ്ഷൻ ഇല്ല എന്നാണ് പറയണത്, അങ്ങനെ സംഭവം ഇല്ല എന്ന്. ഇപ്പോൾ പക്ഷേ ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അതായത് അതിൻ്റെ ഏറ്റവും സാഡ് പാർട്ട് എന്താ വെച്ചാൽ നമ്മളെ പറയുന്ന കാര്യങ്ങൾ ഇന്ന് ആരെന്ത് പറഞ്ഞാലും വെരിഫൈ ചെയ്യാനായിട്ട് നെറ്റ് ഇഷ്ടംപോലെ അവൈലബിൾ ആ ഇൻഫർമേഷൻ നോക്കില്ല എന്ന് വാശി പിടിച്ചിട്ടാണ് വരിക. ലാറ്റ്വിയ എന്ന് ലിത്വാനിയ എന്ന് പറഞ്ഞാൽ രാജ്യമില്ല എന്ന് വരെ പറഞ്ഞു. അപ്പൊ ഒന്ന് ആലോചിക്കണം, നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി, ചെയ്യില്ല. അതാണ്. എന്താണ് ഈ സ്റ്റഡി അബ്രോഡ് നടത്തുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ? കാരണം നമ്മൾ പറയുന്ന എന്താണ്, ഞാൻ ഒരാളുടെ അടുത്തും അഡ്മിഷൻ ഗ്യാരണ്ടി ചെയ്തിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പഠിച്ച തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു 2 ലക്ഷം രൂപ തന്നേക്ക് ഞാൻ സീറ്റ് അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞാൽ എത്ര മണ്ടത്തരാണ്. അതേപോലെ മണ്ടത്തരാണ് വിദേശത്ത്. പക്ഷേ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഏറ്റവും ബെസ്റ്റ്, സെക്കൻഡാണ് തൃശ്ശൂർ. ഇപ്പം എനിക്കൊരു 800 സ്റ്റേറ്റ് റാങ്ക് ഇവിടെ വന്നു എന്ന് വെച്ചാൽ 800 റാങ്ക് വരുന്ന ഒരു കുട്ടി തിരുവനന്തപുരത്ത് ഒരു അപ്ലൈ ചെയ്യാം. നേരെ മറിച്ച് എൻ്റെ റാങ്ക് 2000, 3000, 4000 ആണെങ്കിൽ ട്രിവാൻഡ്രത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും അല്ലെങ്കിൽ കോളേജിൻ്റെയും എൻട്രി റിക്വയർമെൻറ്റ് എന്തെന്നുള്ളത് വ്യക്തമായി പഠിച്ചിരിക്കണം. മാറുന്ന വിസ കണ്ടീഷൻസ്, മാറുന്ന എൻട്രി റിക്വയർമെൻറ്റ്, ഇതൊക്കെ ബൈ ഹാർട്ട് ആയിരിക്കണം. കീപ്പ് ഓൺ അപ്ഡേറ്റിംഗ് ദ തിങ്സ്.
അപ്പോൾ അത് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി എത്തിപ്പെടുന്നത് കറക്റ്റ് സ്ഥലത്തായിരിക്കും. ഇത് 2-3 വർഷം കഴിഞ്ഞ് ആ കുട്ടി പഠിച്ചിറങ്ങുമ്പോൾ എത്രയോ കുട്ടികൾ വളരെ സന്തോഷത്തോടെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് പറയുന്നുണ്ട്. അവർക്ക് എപ്പോൾ ആണെന്ന് അടിക്ക് തിരിച്ചു വരാം. പല കുട്ടികളും സ്വന്തമായിട്ട് പാർട്ട് ടൈം ജോലി ചെയ്തിട്ട് ഫീസ് അടയ്ക്കുന്നുണ്ട്. അവർക്ക് 10 വയസ്സ് ലൈബിലിറ്റി ഇല്ലാണ്ട് ഒന്നാമത് യൂണിവേഴ്സിൽ നിന്ന് പഠിച്ചിറങ്ങുന്നുണ്ട്, ജോലിയാവുകയും ചെയ്തു. അവർക്ക് എന്ന് വല്ല തിരിച്ചു വന്നൂടെ? അത് അവരുടെ ഒരു ഒരാളുടെ കരിയർ തന്നെയാണ് മാറി മറിക്കുന്നത്. അപ്പോൾ പിള്ളേർ അവിടെ പോയി തല്ലുകൊള്ളും, അവിടെ പോയി പാത്രം കഴുകുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറയുമ്പോഴും പോസിറ്റീവായിട്ടുള്ള അനേകം കുട്ടികളുടെ ടെസ്റ്റിമോണിയിൽ തന്നെയാണ് ഈ ഫീൽഡിൽ എന്നെ പിടിച്ചു നിർത്തുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടതിൽ. അല്ലെങ്കിൽ ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയോളജി മുന്നോട്ട് വെച്ച് നമ്മുടെ കുട്ടികളെ നല്ലൊരു രീതിയിലേക്ക് എത്തിക്കുന്നതിന്. നമസ്കാരം. താങ്ക് യു.